അവന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ എത്രയും വയ്ക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം വായിച്ചത് വിളക്ക് കൊളുത്തിയിട്ട് അതിനെ തണ്ടിന്മേൽ വെക്കണം, പറയും കീഴ് വെക്കാതെ തണ്ടിന്മേൽ വെക്കണം എന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന് പറഞ്ഞ വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടരുതെന്നുള്ളതാണ്. പ്രൈസലോ. ഈ ദൈവദിനം മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ വിശേഷത്തിൽ നമ്മൾ മാറി മാറി വായിച്ചു പഠിക്കുമ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ വെളിച്ചം, പ്രൈസലോ, ആത്മീയമായ സത്യം എന്താണ് എന്ന് നമ്മൾ ഗ്രഹിച്ച് അതിലേക്ക് നമ്മൾ ആഴമായി ഇറങ്ങിച്ചെന്ന് വചനം ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. പ്രൈസലോ. നാം ദൈവത്തിനെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയും നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് അതിനെ നാം നികത്തുക, ആ കുറവുകളെ നാം പരിഹരിച്ച് നാം കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്ന ഒരു വിളക്കായി മാറണമെന്ന ആഗ്രഹമാണ് നമ്മുടെ ശുശ്രൂഷയുടെ ഒക്കെ പ്രധാന ലക്ഷ്യം. കാരണം ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന സന്ദർഭങ്ങളിൽ ലോകസംഭവങ്ങൾ ഓരോന്നും നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് കാണുമ്പോഴേ നമ്മൾ വളരെ ഒരുക്കമുള്ളവരായിരിക്കണമെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ചിന്തിക്കുന്ന പകരം വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടരുത്. പ്രൈസലോ. ഇവിടെ പാത്രം എന്ന് പറയുന്നത് വീട്ടുജോലിയെ കുറിക്കുന്നു എന്നുള്ളതാണ് പാത്രം. ഹല്ലേലൂയ. ഒരു വീട്ടിൽ വെള്ളി, പൊന്ന്, മണ്ണ്, മരം തുടങ്ങിയകൊണ്ട് നിർമ്മിച്ച അനവധി പാത്രങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ ആ പാത്രങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രമാണ്, അല്ലാതെ വിളക്ക് മൂടുവാനുള്ള പാത്രങ്ങളല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതിനെ നോക്കിയാട്ട് വലുതും ചെറുതുമായ അനവധി വീടുകളും അനവധി ആളുകളും ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാം വീടുകളിൽ അവരുടെ എല്ലാം ഇഷ്ടാനുസരണം പാത്രങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. വിവിധ നിലകളിൽ വിവിധ വിലകളിലുള്ള പാത്രങ്ങൾ. അതുകൊണ്ട് നമ്മൾ പറയാം, പൊന്നുകൊണ്ടുള്ള പാത്രമുള്ള വീടുണ്ട്, മണ്ണ് കൊണ്ടുള്ളതുണ്ട്, മരം കൊണ്ടുള്ളതുണ്ട്, വെള്ളി കൊണ്ടുള്ളതുണ്ട്, ഓട് കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്, അതുപോലെ പിച്ചള, അങ്ങനെ വിവിധ നിലകളിൽ പാത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അതെല്ലാം നിങ്ങളുടെ വീട്ടിലെ ഉപയോഗത്തിനുള്ളതാണ്. നിങ്ങൾ അതിനെ യഥേഷ്ടം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത പാത്രം ഉപയോഗിക്കുന്നു. പക്ഷെ ആ പാത്രം കൊണ്ട് നിങ്ങൾ വിളക്ക് മൂടരുത്. വിളക്ക് മൂടിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, ആ വിളക്ക് അണഞ്ഞു പോകും. ഹല്ലേലൂയ. പിന്നെ അവിടെ പ്രകാശമില്ലാതായി മാറി ഇരുള് വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപകളെ ഹല്ലേലൂയ നിങ്ങൾ പാത്രം കൊണ്ട് മൂടിക്കളയാതെ ഹല്ലേലൂയ നിങ്ങളത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമാതാവ്, ഈ ലോകത്തിൽ അനവധി ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങളെക്കാൾ നിറമുള്ള, സൗന്ദര്യമുള്ള, നിങ്ങളെക്കാൾ കഴിവുള്ള, പ്രാപ്തിയുള്ള, വിദ്യാഭ്യാസമുള്ള, നിങ്ങളെക്കാൾ പണമുള്ള, പാരമ്പര്യമുള്ള, ആ എടുത്തു പറയത്തക്ക സവിശേഷതയുള്ള അനവധി ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. രക്തക്ഷയം. അതിന്റെ നടുവിൽ നിന്നാണ് നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അങ്ങനെ ഈ ലോകത്തിൽ വിവിധ എന്നെക്കാൾ ശ്രേഷ്ഠരായ ജനം ഉണ്ടായിരുന്നതിന്റെ നടുവിൽ നിന്നാണ് ബലഹീനനായ എന്നെ ദൈവം തെരഞ്ഞെടുത്തത്. ബലഹീനനായ എന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ട് മറ്റുള്ളവർക്ക് പ്രകാശിക്കത്തക്ക നിലയിൽ ഒരു വിളക്കാക്കി ദൈവം മാറ്റി ഈ ഭൂമി വെച്ചിട്ട് കർത്താവിനോട് പറയാണ്, നീ ആകുന്ന വിളക്കിനെ ആമെ പാത്രം കൊണ്ട് മൂടരുത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളും അനേകരുടെ ഇടയിൽ നിന്ന്, വലിയൊരു കൂട്ടം ജനത്തിന്റെ നിലയിൽ നിന്നാണ് ബലഹീനരായ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തേ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക സവിശേഷതകൾ ഒന്നുമില്ലായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു ദൈവഭക്തന്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ പിന്നോട്ട് നോക്കിയാൽ ഒരുപാട് പാരമ്പര്യങ്ങളൊക്കെ പറയാൻ കാണും.
പക്ഷേ ദൈവവചനം പഠിക്കുന്ന വ്യക്തി ചിന്തിക്കണം, പാരമ്പര്യങ്ങൾക്ക് പ്രശസ്തിയില്ല. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതയിൽ നാം പാപസംബന്ധിയിൽ മരിച്ചു കിടന്നപ്പോൾ, അതിക്രമങ്ങളിലും പാപങ്ങളിലും ആയിരുന്ന സന്ദർഭങ്ങളിൽ, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിന്ന്, ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് ദൈവം നമ്മെ സ്നേഹിച്ചത് ഓർക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നന്ദി പറയണം ദൈവത്തിന്. സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മെ അനേകർക്ക് പ്രകാശം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് നാം ഈ വിളക്കിനെ പാത്രം കൊണ്ട് മൂടരുത്. അപ്പം വീട്ടുജോലി എല്ലാം ചെയ്യുവിൻ. ഹല്ലേലൂയ. അത് ആവശ്യം തന്നെ. നിങ്ങൾ വീട്ടുജോലികളെല്ലാം ചെയ്യണം, അത് ആവശ്യം തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. ഹല്ലേലൂയ. ചില ആളുകൾ പറയും, എനിക്ക് വീട്ടിൽ ഭയങ്കര ജോലി, രാവിലെ എഴുന്നേക്കണം, ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞയക്കണം, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, കൊണ്ടുപോകാൻ കൊടുക്കണം, അത് കഴിയും മക്കളെ എഴുന്നേൽപ്പിക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവരെ സ്കൂളിൽ കൊണ്ടുപോകണം, സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം, വയസ്സായ അപ്പനും അമ്മയുണ്ട്, അവരെ നോക്കണം, വീട്ടിലെ പണിയുണ്ട്, മുറ്റമടിക്കണം, തുണി കഴുകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളതെല്ലാം ചെയ്യണം. പ്രൈസ്. നിങ്ങളതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. ഹല്ലേലൂയ. വീട്ടുജോലികൾ തളർച്ചയെ കൊണ്ടുവരും. ഹല്ലേലൂയ. വീട്ടുജോലികൾ എന്ത് ചെയ്യും? നമ്മുടെ നമ്മളിൽ തളർച്ച കൊണ്ടുവരും. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദത്തെ കൊണ്ടുവരും. ഒരുപാട് ജോലി തിരക്കുകൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഭാരങ്ങളുണ്ടെങ്കിലും, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും പുറകോട്ട് പോകാതെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് തിരുസാന്നിധ്യം അനുഭവിക്കുമ്പോൾ തളർച്ചയെ മാറി ആനന്ദം നിന്റെ ജീവിതത്തിൽ കിട്ടും. രക്തം ചെയ്യും. പ്രൈസ്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഹല്ലേലൂയ, ഈ പാസ്റ്ററൊക്കെ പറഞ്ഞ പാസ്റ്റർ വീട്ടിനകത്ത് ജോലിയൊക്കെ ചെയ്യാതെ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഞാനത് ചെയ്യുന്നയാളാണ്. കാരണം എൻ്റെ വൈഫ് മരിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളം ആകാൻ പോകുന്നു. എനിക്കൊരു മോളാണുള്ളത്. അവൾ പഠിക്കാനായിട്ട് പോയിരിക്കുന്നു, അവൾ പഠിക്കുന്നു. പിന്നെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കായിരിക്കുന്ന ഞാൻ എൻ്റെ വീട്ടിനകത്തെ എല്ലാ ജോലികളും ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് കടകളിൽ പോയി ഭക്ഷണം വാങ്ങി കഴിച്ചാലും വരുത്തി കഴിക്കുന്ന ആളല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ സകല പണികളും ചെയ്യണം, എൻ്റെ വീടിനകത്ത് സകല കാര്യങ്ങളും നിർവഹിക്കണം, എല്ലാ ജോലിയും ചെയ്യണം. എന്നിട്ടും ഞാൻ അതിൻ്റെ നടുവിൽ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നു, വചനധ്യാനത്തിന് സമയം കണ്ടെത്തുന്നു, ശുശ്രൂഷയ്ക്ക് സമയം കണ്ടെത്തുന്നു. എന്നിൽ കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിനെല്ലാം ഞാൻ പുറപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ശരീരത്തിന്റെ തളർച്ചയെ മുഴുവൻ മാറ്റിയിട്ട് എന്നിൽ ആനന്ദം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ ശക്തിപ്പെടുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ ആനന്ദിക്കുക. അതുകൊണ്ട് എന്നിൽ കത്തിച്ചിരിക്കുന്ന വിളക്ക്, എന്നിൽ കത്തിച്ചിരിക്കുന്ന പ്രകാശത്തെ പാത്രം കൊണ്ട് മൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, അതൊരു നല്ല സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാ ജോലികളും ചെയ്യുന്നത് കൊണ്ടാണ് ആമേൻ നമ്മൾ ക്ഷീണിതരാകുന്നത്. അവിടെയാണ് ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിളക്കിന്റെ ഉപമ എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ തിരിയിട്ട വിളക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഒരു വിളക്ക് തന്റെ മേൽ ഉയരത്തിൽ വെക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുമായിരുന്നു അന്നത്തെ കാലഘട്ടം. ഹല്ലേലൂയ. വിളക്ക് പാത്രം കൊണ്ട് മൂടി വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ വിളക്ക് കെട്ടുപോകും. ഞാൻ മുമ്പ് ആവർത്തിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പം വിളക്കിന്റെ ഉപയോഗം ഇല്ലാതെയുമാകും. നമുക്ക് ലഭിച്ച സുവിശേഷ വെളിച്ചം മറ്റുള്ളവർക്കും അവനവന് തന്നെയും ഉപയോഗപ്പെടാതിരിക്കത്തക്കവണ്ണം മൂടി വെക്കുകയോ ഹല്ലേലൂയ അതിനെ മാറ്റിക്കളയോ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷ വെളിച്ചം, ഹല്ലേലൂയ, അത് നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടാതിരിക്കത്തക്ക നിലയിൽ മൂടി വെക്കരുത്. അപ്പോൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രകാശം നമുക്കും മറ്റുള്ളവർക്കും പ്രകാശിപ്പിക്കുന്ന നിലയിൽ അതിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദൈവം പറയുന്നത് നമ്മുടെ സുഖജീവിതത്തോട് ബന്ധപ്പെട്ട് അതിന്റെ വെളിച്ചം ശോഭിക്കാതാകുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് സുഖജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഒരുപാട് സുഖജീവിതം,
ഒരുപാട് സുഖജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഞായറാഴ്ച സഭായോഗത്തിന് ഒരുപാട് മുടക്കം വരുത്തും. അല്ലേ ഏരിയ പലരും ഞായറാഴ്ച സഭായോഗം മുടക്കും. എന്നാൽ അവർ സുഖജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ സുഖജീവിതം ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ചകളിലെ സഭായോഗം മടുക്കും. അവരതിന് വരത്തില്ല. അന്ന് വേണമെങ്കിൽ അവർ നല്ല കല്യാണത്തിന് പോയി നല്ല സദ്യ കഴിക്കും. അന്ന് വേണമെങ്കിൽ അവർ നല്ല ടൂറിന് പോകും. അന്നായിരിക്കും അവർക്കൊരു സമയം കിട്ടി ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് മക്കളെയൊക്കെ കൂട്ടി ഉല്ലാസത്തിന് പോകുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ആഴ്ചയിൽ 6 ദിവസം നീ പണിയെടുത്ത് 7-ാം നാളെന്ന് പറയുന്നത് അന്ന് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സുവിശേഷ വെളിച്ചം അല്ലേരിയ. ആ വെളിച്ചത്തിന്റെ ഭംഗിയോടെ ശോഭയോടെ നീ ദൈവസഭയിൽ കടന്നു വന്നിരുന്ന് കർത്താവിന്റെ സാക്ഷിയായി തീരണം. അന്ന് നിന്റെ കല്യാണ സദ്യ കൊണ്ട് നിന്റെ വിളക്കിനെ നീ മൂടിക്കളയരുത്. അന്ന് നിന്റെ വീടിന്റെ കയറിത്താമസം കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ കൊണ്ട്, അന്ന് നിന്റെ സുഖജീവിതം കൊണ്ട്, അന്ന് നിന്റെ ഉല്ലാസയാത്ര കൊണ്ട് നിന്റെ വിളക്ക് മൂടിക്കളയരുത്. അല്ലേലിയ. അത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ദൈവത്തിന് മഹത്വം. അപ്പം ദൈവം നമ്മെ ഒരു വിളക്കാക്കി ഇവിടെ വെച്ചിരിക്കുമ്പോൾ, പ്രകാശിക്കുന്ന വിളക്കാക്കി വെച്ചിരിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിന്റെ കാര്യാദികൾ കൊണ്ട് തന്നെ മൂടി വെച്ച് ആ വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യരുത്. അല്ലേലിയ. നിന്നിലൂടെ ആ വെളിച്ചം അനേകർ ആഗ്രഹിക്കുന്നു. വെളിച്ചമായ നിന്നിലേക്ക് അനേകർ കടന്നുവരാൻ ആഗ്രഹിക്കുന്നു. നീ വെളിച്ചമായി നിന്നാൽ അനേക പാപികളെ തന്നെ നിനക്ക് നേടുവാൻ കഴിയും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നികത, വെളിച്ചം അല്ലേലിയ, അതൊരു സന്തോഷമാണ്. നിങ്ങളെ ഇരുട്ട് നിറഞ്ഞൊരു മുറിക്കകത്ത് നിങ്ങളെ ഒറ്റയ്ക്ക് അടച്ചിട്ടാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. നിങ്ങൾ ആ ഇരുട്ട് നിറഞ്ഞ് മുറിക്കകത്ത് കിടന്ന് വളരെ വിമ്പിഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി ഭയപ്പെട്ട് മെലലിയെ സംസാരിക്കാൻ കഴിയാതെ വളരെ ഭീതിജനകമായ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകും. അല്ലേറിയ. അതുകൊണ്ട് ഇരുളടഞ്ഞ് മുറിക്കകത്ത് താമസിപ്പാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ വെളിച്ചത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നിന്റെ ജീവിതത്തെ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ കൊണ്ട് നീ മൂടിക്കളയരുത്. നിന്നിൽ പകർന്നിരിക്കുന്ന പ്രകാശത്തെ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ കൊണ്ട് നീ മൂടിക്കളയരുത്. നിനക്ക് തന്നിരിക്കുന്ന പ്രകാശത്തെ ഇവിടുത്തെ ലഹരികൾ കൊണ്ട് നീ മൂടിക്കളയരുത്. നിനക്ക് തന്നിരിക്കുന്ന വെളിച്ചത്തെ, സുവിശേഷ വെളിച്ചത്തെ, ഈ ലോകത്തിലെ നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന സുഖകരമായ ജീവിതം കൊണ്ട്, അശുദ്ധമായ ജീവിത സുഖങ്ങൾ കൊണ്ട് നീയാകുന്ന വിളക്ക് മൂടിപ്പോകരുത്. രക്തം ചെയ്യും. പ്രൈസറോ. എന്താ നമ്മൾ കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ പ്രകാശിക്കണം. അപ്പം വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടരുത്. ഒരു കാലഘട്ടത്തിൽ നീ പാപിയായി ജീവിച്ച് സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, കണ്ണുനീർ മാത്രമായി നിന്റെ കുടുംബത്തിൽ. ആരുടെ ഒരു സഹായമില്ലാതെ, ആശ്വാസമില്ലാതെ നിലവിളിച്ച അനവധി സമയങ്ങൾ നിനക്കുണ്ട്. അല്ലേലിയ. എങ്ങനെയാണ് രക്ഷ കിട്ടുന്നത്, എവിടെയാണ് രക്ഷ കിട്ടുന്നത്, എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്, എവിടെയാണ് സന്തോഷം കിട്ടുന്നതെന്നൊക്കെ ഓർത്ത് നീ ആകുലപ്പെട്ട അനവധി സന്ദർഭങ്ങൾ നിനക്കുണ്ട്. അല്ലേലിയ. ആരും നിന്നെ കൈപിടിച്ചുയർത്തുവാനില്ലാതിരുന്നപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് അല്ലേലിയ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ പാപങ്ങൾ മുഴുവൻ നിന്നിൽ നിന്ന് കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുത്ത് ദൈവത്തിന്റെ മകനായി മകളായി മാറാൻ ദൈവം തനക്ക് തന്ന അവസരങ്ങൾ ഓർക്കുമ്പോൾ അല്ലേലിയ നീ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ്. നിങ്ങളുടെ കുടുംബത്തിന്റെ അരാജകത്വത്തെ ദൈവം നീക്കിക്കളഞ്ഞു. നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ ദൈവം നീക്കിക്കളഞ്ഞു. നിന്റെ രോഗബന്ധനത്തെ ദൈവം അഴിച്ചു. നിനക്കെതിരെ പ്രവർത്തിച്ചിരുന്ന സാത്താന്യ ശക്തികളെ ദൈവം നീക്കിക്കളഞ്ഞു. അല്ലേലിയ. നിന്നെ ദൈവം ജയോത്സവമായി നടത്തുന്നത് ഓർക്കുമ്പോഴും രക്തം ചെയ്യും. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. എന്നിലുള്ള സുവിശേഷ വെളിച്ചത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. വീണ്ടും നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലിയ. നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് 10-ാം അധ്യായം അതിന്റെ 41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലിയ. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തി, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു,
അത് ആരും അവളോട് അപഹരിക്കുകയില്ല എന്ന് കർത്താവ് മാർത്തയോട് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേരിയ. നമ്മൾ ഒരുപാട് വായിച്ച് പരിചയമുള്ള ഭാഗമാണ് അല്ലേരിയ. എന്താണ് ബേഥാനിയിലെ അല്ലേരിയ മറിയയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ അവിടെ നടന്ന ഒരു സംഭാഷണമാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11:1 പറയുന്ന ബേഥാന്യ തന്നെയാണ് ഇവിടെ പറയുന്ന മാർത്തയുടെ ഈ ഭവനം അല്ലേരിയ. ഇവിടെ മാർത്തയുടെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നതിനാൽ അവളാണ് വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേരിയ, നോക്കാൻ കഴിയുന്നത്. മറിയ കർത്താവിന്റെ കാൽക്കലിരുന്ന് ദൈവവചനം പഠിക്കുന്ന ഒരു ശിക്ഷയാണ് അല്ലേരിയ, ഒരു ശിക്ഷയാണ്. അപ്പം അല്ലേരിയ മാർത്ത ശിഷ്യന്മാരെയും കർത്താവിനെ സൽക്കരിക്കാൻ വേണ്ടി ഈ സമയം പാടുപെടുകയാണ് അല്ലേരിയ. മാർത്ത വീടിനകത്ത് ഭയങ്കര പാടുപെട്ട പണിയാണ്. ഒരുപാട് പാത്രങ്ങൾ എടുക്കണം, കഴുകണം, വൃത്തിയാക്കണം, അതിനകത്തെല്ലാം ആഹാരം ഉണ്ടാക്കണം, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കണം എന്നൊക്കെ വിചാരപ്പെട്ട് മറിയം മാർത്ത വീട്ടിനകത്ത് വളരെ കഷ്ടപ്പാടാണ്. പക്ഷേ ഇവിടെ മറിയ എന്താണ് ചെയ്യുന്നത്? അവൾ നല്ല ശിഷ്യയായി കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുകയാണ് അല്ലേ. ഇത് മാർത്ത കണ്ടിട്ടാണ് യേശുവിന്റെ അരികിൽ വന്ന് ഒരു പരാതി പറയുന്നത്. അപ്പം പരാതിക്കാരിയായി വന്ന മാർത്തയുടെ ശുശ്രൂഷ കർത്താവ് ആദരിച്ചുകൊണ്ട് അവളോട് അവളുടെ അങ്കാപ്പിനെ ശാസിക്കുക. അപ്പൊ മാർത്തയുടെ ശുശ്രൂഷയെ കർത്താവ് തിരസ്കരിക്കുന്നില്ല, അതിനെ ആദരിച്ചുകൊണ്ട് കർത്താവ് അവൾക്കൊരു ശാസന കൊടുക്കുകയാണ് ശാസന കൊടുക്കുക. സഹോദരി എന്ന് പറഞ്ഞാൽ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു, മാർത്തി നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു എന്നാണ്. ഈ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവദാസന്മാർ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ അഭിഷേകന്മാർ കടന്നു വരുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പണികൾ ഓർത്ത് നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ ആ മേഖലയിലേക്ക് പോകാതെ, സ്തോത്രം, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കണം. പ്രൈസറോ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെ ഓർത്ത് മാർത്തയുടെ വിളക്ക് പാത്രം വെച്ച് മൂടുന്നത് പോലെ, അവളുടെ ജീവിതം വിളക്ക് കെട്ടുപോകുന്നത് പോലെ ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നവരായിരിക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി വിളക്കുകളായി പ്രകാശിക്കണം. പ്രൈസറോ. അപ്പൊ മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത് യേശു പറയുക അല്ലേലിയ എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ് അല്ലേലിയ. ആ മാർത്തി ഏതെങ്കിലും ഒന്ന് മതി. നീ ഇവിടെ വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി നീ നിന്റെ സമയം കളഞ്ഞ് നിന്നുള്ള പ്രകാശത്തെ കെടുത്തി കളയണ്ട. മറിയെപ്പോലെ നീ നല്ല അംശം തെരഞ്ഞെടുത്ത് നീ എന്റെ പാദപീഠത്തിൽ വന്നിരുന്നാൽ നിനക്കും പ്രകാശിക്കാൻ കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിലും എന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവർ പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ദേവദാസന്മാരെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ നിങ്ങൾക്ക് വചനം കേൾക്കാൻ വേണ്ടി സമയം കൊടുക്കണം. ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ അഭിഷേകന്മാർ നിങ്ങളുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ മക്കളോട് ഒന്നിച്ചു കൂടിയിരുന്ന് അവിടെ ദൈവവചന കാര്യങ്ങളെക്കുറിച്ചും ആത്മീയ വർധനയെക്കുറിച്ചും പറഞ്ഞ് നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണം. ഏതെങ്കിലും വിധത്തിൽ ഇരുളിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, ആരെങ്കിലും രോഗിയായിട്ടുണ്ടെങ്കിൽ, പ്രതിസന്ധികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കടക്കണി ഉണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഇരുളിന്റെ അനുഭവത്തിലാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന അഭിഷക്തന്മാരോടൊപ്പം ചേർന്നിരുന്ന് നിങ്ങൾ ആത്മീയ വർധനയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഇരുള് മാറും. നമുക്കറിയാം, അനേകം വീട്ടിൽ ചെന്നാൽ ഭാര്യ, ഭർത്താവ്, മക്കളെല്ലാം അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വാങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ മാറിയിരിക്കുക. ചെല്ലുന്ന ദൈവദാസനും ആരെങ്കിലും 1-2 പേര് ഇരിക്കുക. അവരും ലോകകാര്യങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കുക. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് മറിയ നല്ല ശിക്ഷയാണ്. അവൾ കർത്താവിന്റെ പാദപീഠം തെരഞ്ഞെടുത്ത് അവൾ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നവർ, എന്നെ കേൾക്കുന്ന മാതാപിതാവായി, എത്ര തിരക്കേറിയ ശുശ്രൂഷ ഉണ്ടായിരുന്നാലും, എത്ര തിരക്കേറിയ ജോലി ഉണ്ടായിരുന്നാലും, നിങ്ങൾ എന്തെല്ലാം തിരക്കുള്ള വ്യക്തിയായിരുന്നു പറഞ്ഞാലും മറിയെ പോലെ നല്ല അംശം തെരഞ്ഞെടുക്കണം. മാർത്തയെ പോലെ നീ ഒരു പരാതിക്കാരിയായി മാറരുത്. അല്ലേലൂയ. ഇന്ന് പലയിടത്തും മാർത്തയെ പോലെ പരാതിക്കാരുടെ കൂട്ടമോ ഭവനങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവരത് ചെയ്തില്ല, അവളത് ചെയ്തില്ല, മക്കളത് ചെയ്തില്ല, അമ്മയത് ചെയ്തില്ല, സഹോദരിയെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ മാർത്തയെ പോലെ പരാതി പറയുന്ന പലരും പാത്രം കൊണ്ട് മൂടിയ വിളക്ക് പോലെ ഭവനത്തിലുണ്ട്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മറിയെപ്പോലെ നല്ല അംശം തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. അവൾ നല്ലൊരു വിളക്കായി കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ, ഹല്ലേലൂയ, അവൾ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലിരിക്കുക. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, മാർത്ത പാത്രവും കൈയുമായി വീട്ടുജോലികൾ ചെയ്ത് ചെയ്ത് തളർന്നു പോയി. എന്നാൽ മറിയ ക്രിസ്തുവിന്റെ പാദത്തിൽ ഇരിക്കുവാൻ മറക്കാതെ അവൾ ക്രിസ്തുവിന്റെ പാദത്തിൽ ഇരിക്കുക. മാർത്ത ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന കാര്യം മറന്നുപോയി. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു അപ്പോഴാണ് പറഞ്ഞത്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു എന്നുള്ളത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ നല്ല അംശം തെരഞ്ഞെടുക്കത്തോട് ചേർന്നിരിക്കണം. അത് നിങ്ങൾ വീട്ടുജോലിയാകുന്ന പാത്രം കൊണ്ട് നിങ്ങളുടെ വിളക്ക് അണയ്ക്കാതിരിക്കണം. പ്രാർത്ഥന ജീവിതം കുറയുമ്പോൾ തീ മങ്ങിക്കത്തുവാൻ തുടങ്ങും. പ്രാർത്ഥന സമയത്താകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അഭിഷേകം പകരുന്നത്. കർത്താവിന്റെ സാന്നിധ്യം ഉണരുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആളിക്കത്തുവാൻ തുടങ്ങും. വേദപുസ്തകം വായിച്ച് ധ്യാനിക്കുമ്പോൾ ആ വാക്തത്വങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഒരു ഉണർവായിട്ട് ഇറങ്ങി വരും. ഹല്ലേലൂയ. ആനന്ദമായിട്ട് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. മറിയ ദൈവസന്നിധിയിൽ നിന്ന് യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. അവളുടെ ഹൃദയത്തിലേക്ക് ആനന്ദം കടന്നു വരുന്നു. ദൈവിക വാക്തത്വങ്ങൾ കൊണ്ട് അവൾ നിറയപ്പെടുന്നു. ദൈവവചനം കേട്ട് അവൾ സന്തോഷിക്കുന്നു. എന്നാൽ മാർത്ത ഈ സമയത്ത് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ, ദൈവിക വാക്തത്വങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ അവൾ വളരെ സങ്കടപ്പെടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നല്ല അംശം തിരഞ്ഞെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നല്ല അംശം തിരഞ്ഞെടുത്തിട്ട് നീ കർത്താവിന് വേണ്ടി പ്രകാശിക്കണം. നിന്റെ ഉള്ളിലെ സുവിശേഷ വെളിച്ചം കെട്ടുപോകരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് സുവിശേഷ വെളിച്ചം കെട്ടുപോയ പലരും നമ്മുടെ ഭൂമിയിലുണ്ടെന്ന്, പലരും നമ്മുടെ അരികിലുണ്ട്. അങ്ങനെ ഒരു കൂട്ടത്തിലായി പോകരുത് നീ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ജീവിതം കർത്താവിൽ സന്തോഷിക്കണം, കർത്താവിൽ ആനന്ദിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. പൗലോസിന്റെ ജീവിതം എത്ര കഷ്ടങ്ങളായിരുന്നു. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പൗലോസിനെ കുറിച്ച് പറയാം. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പൗലോസിന്റെ ജീവിതം, ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. കാരണം കർത്താവിന് വേണ്ടി ഇത്രമാത്രം പ്രകാശിച്ച വ്യക്തി. എന്തെല്ലാം പീഡകൾ, എന്തെല്ലാം ഉപദ്രവങ്ങൾ, എന്തെല്ലാം നിന്ദകൾ, അപമാനങ്ങൾ, ജീവിതങ്ങൾ, എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചിട്ടും പൗലോസ് തന്റെ ജീവിതം തകർത്ത് കളയാതെ, തളർന്നു പോകാതെ, പൗലോസ് എപ്പോഴും മറിയെപ്പോലെ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ദൈവം പൗലോസിലൂടെ ഈടുറ്റ ലേഖനങ്ങളെ നമുക്ക് എഴുതി തന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ പൗലോസ് പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ പിന്നെയും പിന്നെയും സന്തോഷിപ്പിക്കുന്ന, കർത്താവിൽ പിന്നെയും പിന്നെയും സന്തോഷിക്കണമെന്ന് ഈ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മൾ ദൈവത്തിന്റെ സന്നിധി ഇരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളത്. ഹല്ലേലൂയ. അമ്മ മറിയ വീട്ടിനകത്ത് പലവിധ ജോലി ചെയ്ത് ഭാരപ്പെട്ട് ഇവിടെ കൈകാലുകളൊക്കെ കൊഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾക്ക് യാതൊരു സന്തോഷവുമില്ല. ഹല്ലേലൂയ. വാക്തത്വങ്ങളെ എന്താണെന്ന് കേൾക്കാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ ആനന്ദമില്ല. എന്നാൽ മറിയ നല്ല ശിക്ഷയായി യേശുവിന്റെ അരികിൽ വന്നിരിക്കുന്നതുകൊണ്ട് അവൾ വാക്തത്വം കേട്ട് നിറയുകയാണ്, ദൈവിക സന്തോഷത്താൽ നിറയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങൾ യേശുവിന് വേണ്ടി വേർതിരിക്കണം നിങ്ങളുടെ സമയം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്നത് 68 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. 68 സങ്കീർത്തനം അതിന്റെ 13 വാക്യം വായിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്, തൊഴുത്തുകളിടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈപ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു നിങ്ങൾ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴുത്തുകൾക്കിടയിൽ, ഹല്ലേലൂയ, തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്ന ഇസഹാക്കിനെ പറ്റിയും അല്ലെങ്കിൽ രൂപനെ പറ്റിയുമാണ് ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിഷ്കളങ്ക ജീവിയായ പ്രാവിനോട് ദൈവമക്കളെ ഇവിടെ ഉപമിച്ചിരിക്കുന്നു. വെള്ളിയാൽ നിർമ്മിതമായ പ്രാവിന്റെ ചിറകുകൾ ക്രിസ്തുവിന്റെ യാഗം മൂലമുള്ള വീണ്ടെടുപ്പിനെയും പൊൻനിറമുള്ള തൂവലുകൾ ക്രിസ്തുവിന്റെ മഹത്വത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. തൊഴുത്തുകളിടയിൽ അശുദ്ധിയുടെ സ്ഥാനത്ത് വിശുദ്ധിയും താഴ്ചയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഉയർച്ചയും വൈരൂപ്യത്തിന്റെ സ്ഥാനത്ത് സൗന്ദര്യവും ഇവിടെ പ്രകടമാക്കുകയാണ്. അതുകൊണ്ടാണ് തൊഴുത്തുകളിടയിൽ കിടക്കുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ്. ഹല്ലേലൂയ.
ആമേൻ അല്ലെ, അവിടെ നിന്നും വീണ്ടെടുക്കപ്പെടുന്ന ഇസ്രായേലിന്റെ മഹത്വത്തെ ആലങ്കാരികമായി ആമേൻ പ്രയോജനം വർണ്ണിച്ചിരിക്കുന്ന വാക്യമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. എന്നാൽ അശുദ്ധമായ ചുറ്റുപാടിൽ അവർക്ക് ദൈവിക സന്തോഷം പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ അതിന്റെ നടുവിൽ നിന്നും ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് നീതിസൂര്യനായ കർത്താവിന്റെ തേജസ്സിൽ നമ്മെ നിറയ്ക്കും. അല്ലേലി, അതുകൊണ്ടാണ് വായിച്ചത്. അല്ലേലി, സ്തോത്രം. തൊഴുത്തുകളിൽ കിടക്കുന്ന പ്രാവിന്റെ ചിറകു വെള്ളി കൊണ്ടും അതിന്റെ തൂലുകൾ പൈമ്പന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ അശുദ്ധിയുടെ സ്ഥാനത്ത് കിടന്നപ്പോൾ, നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലാതിരുന്നപ്പോൾ, കർത്താവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ നിങ്ങളെ തിരഞ്ഞെടുത്ത് അശുദ്ധിയുടെ സ്ഥാനത്തും വിശുദ്ധിയുടെ സ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതാണ് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് നിങ്ങളെ നയിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ബസ്സിൽ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവമക്കൾ അവരുടെ വീട്ടിൽ എത്രമാത്രം ജോലി ഉണ്ടായിരുന്നാലും പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവവചനത്തിൽ നിങ്ങൾ വന്നിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ എത്ര ജോലി ഉണ്ടായി, സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്, പ്രഭാത പ്രാർത്ഥന മുടക്കരുത്. പകൽ നിങ്ങൾ ജോലിക്ക് പോകും, പക്ഷേ രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനകൾ മുടക്കിക്കളയരുത്. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ രാവിലെയും വൈകിട്ടും അത്യുത്സാഹത്തോടും സ്തോത്രത്തോടും കൂടെ ദൈവസന്നിധി വന്നിരുന്ന് ദൈവവചനം വായിച്ച് നിങ്ങളും നിങ്ങളുടെ മക്കളോട് ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച്, ഹല്ലേലൂയ, സ്തോത്രം, അന്യഭാഷയുള്ളവരെ അല്ലാത്തൊരു സ്തുതി സ്തോത്രങ്ങളാൽ ദൈവത്തെ സ്തുതിച്ച്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ തൊഴുത്തുകളിടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറകു വെള്ളി കൊണ്ടും അതിന്റെ തൂലുകൾ പൈപ്പിന്റെ കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ പുറത്തെടുക്കും. രക്തം ചെയ്യും. നിന്റെ സങ്കടങ്ങൾ മുഴുവൻ മാറുമെന്നേ, നിന്റെ കണ്ണുനീര് മുഴുവൻ മാറും, നിന്റെ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. കർത്താവ് നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തയാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന് നാം ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അത് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരെ ഏറ്റവും ആസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഉപജീവന ചിന്തകളാലും അതിഭക്ഷണത്താലും മദ്യപാനത്താലും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഹൃദയവും ഭാരപ്പെട്ടിട്ട് നിങ്ങൾ ദൈവത്തിന് അകന്നു പോകാതെ, പാത്രം കൊണ്ട് മൂടി വെച്ച കെട്ടുപോയ വിളക്ക് പോലെയാകാതെ, നിങ്ങൾ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ കർത്താവിന് വേണ്ടി ശോഭിച്ചു നിൽക്കണം. എങ്കിൽ മാത്രമേ കർത്താവാൻ യേശുക്രിസ്തു വരവെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനോട് കൂടി എടുക്കപ്പെടാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ട്, നിങ്ങൾ പാത്രം കൊണ്ട് മൂടി വെച്ച വിളക്കാണെങ്കിൽ തീ കെട്ടുപോയത്, അണഞ്ഞു പോയതാണ്. നിങ്ങൾക്കൊരിക്കലും കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയത്തില്ല. 10 കന്യകമാരിൽ 5 കന്യകമാർ എടുക്കപ്പെട്ട 5 പേർ ബുദ്ധിയില്ലാത്തവരോ എടുക്കപ്പെടാതെ പോയതുപോലെ നിങ്ങൾ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന വിളക്കായിരിക്കണം. അല്ലെങ്കിൽ സുവിശേഷ വെളിച്ചത്തിൽ നിൽക്കണം. എങ്കിലേ കർത്താവിന്റെ വരവെങ്കിൽ ചെറുക്കപ്പെടാൻ കഴിയുള്ളൂ എന്ന് ദൈവജനം പറയുക. അപ്പം ജോൺ വെസ്ലിയുടെ അമ്മയ്ക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. ഭർത്താവിന് ചെയ്യേണ്ട ജോലികളെല്ലാം അവൾക്കുണ്ട്. അതെല്ലാം അവൾ ഭർത്താവിന് വേണ്ടി ചെയ്യും. മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം ജോൺ വെസ്ലി അമ്മ ചെയ്യും. എന്നാലും അവർ പ്രാർത്ഥന സമയത്തെ ഉപേക്ഷിക്കത്തില്ല. കറക്റ്റ് ഉച്ചയ്ക്ക് 1 മണിക്ക്, അല്ലെങ്കിൽ 1 മണി മുതൽ 2 മണി വരെ മുറി കൂട്ടി മുട്ടിന്മേൽ നിൽക്കുന്ന ഒരനുഭവം അല്ലെങ്കിൽ ജോൺ വെസ്ലി അമ്മയ്ക്കുണ്ടായിരുന്നു. ആ സമയത്ത് ആരെല്ലാം വന്ന് വിളിച്ചാലും, തട്ടി വിളിച്ചാലും, മുട്ടി വിളിച്ചാലും ജോൺ വെസ്ലി അമ്മ പ്രാർത്ഥനയിൽ നിറങ്ങി വരത്തില്ല. 1 മണിക്ക് മുറി അടച്ച് മുട്ടിന്മേൽ നിന്നാൽ 2 മണി വരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലെങ്കിൽ കർത്താവുമായി നല്ല ആത്മബന്ധം പുലർത്തി സ്വർഗീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ചു, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചുമുള്ള നല്ല ആത്മനിയോഗത്തോടെ അല്ലെങ്കിൽ ആ പ്രാർത്ഥന മുറിക്കകത്ത് നിറങ്ങി വരുമ്പോൾ അവർ മുഖത്ത് നല്ല ദൈവ തേജസ്സായിരിക്കും. അല്ലെങ്കിൽ എന്താണ് പിന്നത്തേതിൽ സംഭവിച്ചത്? ജോൺ വെസ്ലിയുടെ അമ്മ മുഖാന്തരം അല്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ കർത്താവിന് വേണ്ടി പ്രകാശിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ജോൺ വെസ്ലിയുടെ അമ്മ ആ സമയത്ത് താനാകുന്ന വിളക്ക്, തന്നിലുള്ള സുവിശേഷ വെളിച്ചത്തെ പാത്രം കൊണ്ട് വീട്ടിൽ മൂടുകയായിരുന്നെങ്കിൽ, വീട്ടിലെ പണികളും ജോലികളും പറഞ്ഞ് താൻ തന്നെ ആ പാത്രം കൊണ്ട് തന്നെ മൂടി വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ജോൺ വെസ്ലിയുടെ കുടുംബത്തിനകത്ത് അത്രമാത്രം ദൈവസാന്നിധ്യം വെളിപ്പെടുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ആ മാതാവ് വില കൊടുത്തു കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ ദൈവത്തിനൊരു വില കൊടുക്കണം. കർത്താവിന്റെ നീ ഉണർന്ന് പ്രവർത്തിക്കണം. നിന്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയാൻ, മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെയും കിട്ടുമെന്ന്. അത് നീ ആഗ്രഹിക്കുന്ന അളവിൽ നിനക്ക് വളരുവാൻ, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നീ ഏതെങ്കിലും വിധത്തിൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം വായിക്കും 5:15 വരുമ്പോൾ കാണുന്നു, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം, ഹല്ലേലൂയ, അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശു ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മൾ പറയുന്നത് അത് നിന്റെ പ്രകാശം കെട്ടുപോകരുത്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ വിളക്കുകൾ കൊളുത്തിട്ട് പറയും കീഴിൽ വെക്കരുത്, തന്റെ മേലായിരിക്കണം. ഇന്ന് പറഞ്ഞ വിളക്ക്, ഹല്ലേലൂയ, പാത്രം വെച്ച് മൂടരുത്. ഇനി അതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയുകയാണ്, ഈ പ്രഭാതത്തിനോട് പറയാനുള്ളത്, നിന്റെ ഉള്ളിൽ സുവിശേഷം വിളിച്ച് കെട്ടുപോകരുത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറും, കണ്ണുനീര് മാറും, ദുഃഖം മാറും, സങ്കടങ്ങൾ മാറും, നീ അനുഭവിക്കുന്ന എല്ലാ മനോവേദനകളും മാറും, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും മാറി നിന്റെ തലമുറയ്ക്ക്, നിനക്ക് നിന്റെ ജീവിതത്തിൽ നല്ലൊരു നന്മ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് ദൈവം വാഗ്ദത്തങ്ങൾ നിന്നെ നിറയ്ക്കാൻ തുടങ്ങും, ദർശനങ്ങൾ തരാൻ തുടങ്ങും, വെളിപ്പാടുകൾ നൽകാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിന്റെ ഭാരങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ എല്ലാ ശാപങ്ങളും മാറാൻ തുടങ്ങും. നിന്റെ കുടുംബം അനേകർക്കും വെളിച്ചമായി മാറും. അതിനെ നീ പാത്രം കൊണ്ട് മൂടിക്കളയാതെ കർത്താവിന്റെ പാദം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാൻ കഴിയുമോ? കർത്താവേ, എന്റെ ജീവിതം കൊണ്ട്, എന്റെ ഭാരം കൊണ്ട്, ജോലി കൊണ്ട് ഞാനാകുന്ന വെളിച്ചത്തെ, എന്നുള്ള സുവിശേഷ വെളിച്ചത്തെ പാത്രം കൊണ്ട് മൂടിക്കളയാതെ മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് അങ്ങനെ സന്നിധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ തന്നെ ഒന്ന് ഉപയോഗിക്കണമേ. ആ വെളിച്ചം, ആ പ്രകാശം വാഗ്ദത്തങ്ങളിൽ തന്ന് എന്റെ കുടുംബത്തിന്റെ ഇരുളിനെ ഒന്ന് മാറ്റുവാൻ യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നത് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ചെറിയവരെയും വലിയവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരെയും കേരളത്തിലെ കൂടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലേക്ക് 29 സംസ്ഥാന കേന്ദ്രപ്രദേശം 6 ലക്ഷത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് 140 കോടിയിലധികം ജനം, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്തവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കകത്തായി 800 കോടിയിലും ജനത്തിനായ പ്രാർത്ഥിക്കണം. വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജകുമാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന VSF, CRPF, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, അതായത് പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറിയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹന യാത്ര ജോലി ചെയ്യുന്നവർ, വാഹന സെയിൽസ് ചെയ്യുന്നവരെ ഓർത്ത് സമുദ്രതീരത്തും കടലോരവാസികളെ, തീരദേശവാസികളേക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ മത്സ്യബന്ധനായ ആഴക്കടലിൽ പോയിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലുത് ചെറുതുമായ എല്ലാ ഖനികളും കമ്പനികളും ജോലി ചെയ്യുന്നവർ, എല്ലാ ഫാക്ടറികളും ജോലി ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, വഴിയോര കച്ചവടക്കാർ, വ്യാപാരികളെയും, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്ക്, മോട്ടോർ രംഗത്ത്, യൂണിറ്റ് രംഗത്ത് പണിയെടുക്കുന്നവർ, ചെറുതുമ്പോൾ എല്ലാ ട്രാൻസ്പോർട്ടർ ഡ്രൈവേഴ്സിനെ, എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്വകർണമേലും, പുതുമയിൽ, ആരോഗ്യമേലും, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, എല്ലാ മേഖലയായിരിക്കുന്നവർ, ഭരണോപദേശ പാർട്ടികൾ, ക്രമസമാധാന പാലകർ, അല്ലെങ്കിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ നിൽക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാ മത നേതാക്കന്മാരെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിനും, വാർത്തത്തിനും, രാഷ്ട്രപ്പെടുത്തിനും, അശന, യാചോ, ഓട്ടനിച്ച് തലവറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. മദ്യത്തിനും മൈക്കും വൻശേഖരിപ്പാണ്ട് അടിമപ്പെട്ട് കിടക്കുന്നവർ, സാത്താന്യത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, നിരീശ്വരവാദികളും യുക്തിവാദികളും, ദൈവമില്ലാത്തവർന്ന് മൂടന്മാർ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ തെരുങ്ങളിലെ കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി, തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, അല്ലെങ്കിൽ ഈ കുടുംബം ചിന്ന ഭിന്നമായി കിടക്കുന്ന കർത്താവെ, തലമുറക്കുന്ന ജീവിതങ്ങൾ, നമ്മുടെ കുടുംബക്കോട് കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഞങ്ങൾക്ക് നല്ലൊരു സമാധാന ജീവിതം ഉണ്ടാകുകയും പ്രാർത്ഥി. വിദേശ രാജ്യം ജോലിക്കാൻ കടന്ന് പഠിക്കാൻ കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം കൊടുത്ത് പ്രാർത്ഥി. പാപത്തിൽ വീണ് പോകാതെ അവരുടെ കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്ന വിളക്കുകളായി തീരുവാൻ
ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നുപോയിട്ടും ജോലി നഷ്ടപ്പെട്ട, വിസ നഷ്ടപ്പെട്ട, വിസ പുതുക്കിയിട്ട് ഭാരപ്പെടുന്നവർ, നാട്ടിൽ കടന്നുപോയി സാമ്പത്തിക ഭാരപ്പെട്ടവർ, മണ്ണാനിത് കഷ്ടം സഹിക്കുന്നവർ, ദേശരാജ്യ കുടുംബം പോലെ കടന്നുപോയി സൗകര്യ പീഡകൾ, ലല്ലുരിയ ജയിലിൽ കിടക്കുന്നവർ, മദ്യത്തിനും മയക്കും ലഹരിപ്രധാന ജീവിതാട്ടങ്ങൾ വിധേയപ്പെട്ടു പോയവർ, അങ്ങനെയുള്ളവരേക്കും ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെല്ലാം മടങ്ങി ഒന്ന് മാനസാന്തരപ്പെട്ട് ആമേ കർത്താവേ വിളക്ക്, ആമേ തെളിഞ്ഞ വിളക്ക് പോലെ പ്രകാശമുള്ളവരായി തീരുവാൻ ജനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. ശാപങ്ങൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറിപ്പോട്ടെ, രോഗങ്ങൾ മാറിപ്പോട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, കുടുംബങ്ങളെല്ലാം വിടുവിക്കപ്പെടട്ടെ, മഹാവ്യാധി ജനത്തെ വിടുവിക്കണമേ. കർത്താവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവവിടെയുമേ കടന്നു ദൈവത്തിന്റെ ദാസന്മാർ കുടുംബങ്ങൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥി ജയിലിൽ കിടക്കുന്നവർക്ക് വിടുതൽ മോചനം കൊടുക്കണമേ. കർത്താവിന്റെ പകരം ഈ വചനം കേട്ടുകൊണ്ട് സകല കുടുംബത്തിലും ദൈവിക അത്ഭുതങ്ങൾ നടക്കണമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും വിടുവിച്ചാട്ട് യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.